തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ സുദീപാണെന്ന് മറ്റുള്ളവരോട് പറഞ്ഞില്ലെങ്കിൽ ജയസുധയുമായുള്ള കല്യാണം താൻ മുടക്കുമെന്ന് സുദീപിനോട് പറയുന്ന ശ്രുതി. ഏത് ജീവിതമാണ് നിനക്ക് വേണ്ടതെന്ന് നീ ശരിക്കും ഒന്ന് ആലോചിക്ക്. ഒരു നല്ല വാക്ക് വീഴുന്നവരെ ഞാൻ നിന്റെ പിന്നാലെ കാണും. സുദീപിന്റെ പ്രോപ്പർട്ടി കാണാൻ അവന്റെ കൂടെ ബൈക്കിൽ പോകാൻ തയ്യാറെടുക്കുന്ന ശ്രുതി. അവൻ അത് നിഷേധിക്കുന്നു. ഇക്കാര്യം അരുൺ തോമസിനെ വിളിച്ചു പറയുന്ന ശ്രുതി. ഒടുവിൽ സുദീപിന്റെ ബൈക്കിൽ കയറി പോകുന്ന ശ്രുതി. ഇനി തുടർന്ന് കാണുക. പോവാം സാറേ. ഇതൊരു നിയോഗമാ. വല്ല വെള്ളം മറ്റോ കുടിച്ചിട്ട് പോവാം. വല്ലാത്ത യാത്രയായി പോയി. ചേട്ടാ ജ്യൂസ് ഉണ്ടോ? ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. സുദീപ് പൈനാപ്പിൾ പറയട്ടെ. ചേട്ടാ 2 പൈനാപ്പിൾ. എന്റെ പൊന്നോ, ഓഫീസ് വണ്ടി പോയാ മതിയായിരുന്നു, വെറുതെ ഇത്രയും ദൂരം. ഇത് അത്ര വലിയ ദൂരമൊന്നുമല്ല, കുറച്ച് കഴിയുമ്പോൾ നിനക്കത് മനസ്സിലാവും. മനസ്സിലാവും. ജ്യൂസ് ഫ്രഷ് അല്ലേ ചേട്ടാ? ഫ്രഷ് ജ്യൂസാ. സിറിലും ബാലും ജമുനയൊക്കെ എങ്ങനെ വരും? ഓഫീസ് വണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ വണ്ടി വരും. ഹലോ, പെട്ടെന്ന് കുടിക്ക്, ഒരുപാട് ദൂരമുണ്ട്. ഇതാ. ഓക്കെ, ശരി, താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഐ ആം സുദീപ് ഫ്രം അമേസിംഗ് ഇന്ത്യ ഇന്റർനാഷണൽ സോഫ്റ്റ്വെയർ. ഞാൻ റൂം ബുക്ക് ചെയ്തിരുന്നു. നാളത്തേക്കല്ലേ സർ റിസർവ് ചെയ്തിരിക്കുന്നത്? അത് നാളത്തേക്കാണ്. ഇന്നത്തേക്ക് ഒരു കോട്ടേജ് ബുക്ക് ചെയ്തിരുന്നു. ആരുടെ പേരിലാ? സുദീപിന്റെ പേരിൽ. സുദീ, അപ്പൊ മീറ്റിംഗ് ഇല്ലേ? മീറ്റിംഗ് ഒക്കെ നാളെ. ഇത് നമ്മുടെ മാത്രം. ഇറ്റ്സ് റെഡി സർ, പ്ലീസ് സൈൻ. ഷുവർ. ശരി, താങ്ക് യു. വെൽക്കം സർ. വരൂ സർ. ഹലോ, വാ, നടക്ക്. ഇന്നാ മീറ്റിംഗ് എന്നും പറഞ്ഞു പറ്റിച്ചെന്നെ കൊണ്ടുവന്നു. നീ പഠിച്ച കളന. ഞാൻ എല്ലാരോടും പറയാൻ പോവാ. അങ്ങനത്തെ കടുങ്കയൊന്നും ചെയ്യല്ലേ പൊന്നെ. സിറിലിനോടൊക്കെ 100 നുണ പറഞ്ഞിട്ടാ മുങ്ങിയത്. ആര് ചോദിച്ചാലും നമ്മൾ തമ്മിൽ കണ്ടിട്ടേ ഇല്ല. പിന്നെ
നാളത്തെ മീറ്റിങ്ങിന് വന്നപ്പോഴേ നമ്മൾ കണ്ടത് മാത്രം പറഞ്ഞാൽ മതി. ഓ ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്. ആ ഏയ്. കൈ എടുക്ക്. ഏയ് ഏയ്, അങ്ങോട്ട് ഏയ്, നടക്കും സുധി. ഛെ, പോ അവിടുന്ന്. വാ. എന്റെ റൂം ഏതാ? നിന്റെ റൂമോ? ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടി ഉള്ളതാ. അതെ, അതൊന്നും പറ്റില്ല. എനിക്ക് വേറെ റൂം വേണം. ഈ ഒറ്റ റൂമിലുള്ള താമസൊക്കെ കല്യാണം കഴിഞ്ഞു മതി. എന്റെ പൊന്നു മോളെ, ഇവിടെ റൂം കിട്ടാൻ വലിയ പാടാ. പിന്നെ സാർ റൂം റെഡിയാണ് സാർ. ഓ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ സാർ. വാ പോവാ. ഹലോ, ആ എനിക്കകത്തേക്ക് കയറാമോ? പിന്നെ അതിനെന്താ? വാട്ട് എ മാജിക്കൽ പ്ലേസ്. നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? മൊത്തത്തിലൊരു ഹണിമൂൺ സെറ്റപ്പ് ഒക്കെ ആണല്ലോ. കാമുകന്മാരൊക്കെ ഇങ്ങനെയാ. പ്രണയിനിക്ക് വേണ്ടി മനോഹരമായ എന്തുണ്ടെങ്കിലും തേടി പിടിക്കും. ഹണിമൂണ് നമ്മൾ സ്വിറ്റ്സർലൻഡിലേക്കോ ഹോങ്കോങ്ങിലേക്കോ പറന്ന് പോവില്ലേ? എന്തായാലും എനിക്ക് ഈ സ്ഥലവും കൺസ്ട്രക്ഷനൊക്കെ ഒത്തിരി ഇഷ്ടായി. ആ സുദീപ്, നമുക്കേ ഇതുപോലൊരു കൊച്ചു വീട് മതി. അതും ഇതേപോലൊരു കായലോരത്ത് മതി. ആ കൊട്ടാരം ഒരു പവിഴ ദ്വീപിനകത്താകണം. മനം മയക്കുന്ന സുഗന്ധമുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പൂന്തോട്ടവും അതിലൊത്തിരി പൂമ്പാറ്റകളും പൂത്തുമ്പികളും വേണം. നിന്നെ പോലെ സുന്ദരികളായ പൂമ്പാറ്റകൾ. പക്ഷേ വണ്ടുകൾ വേണ്ടാട്ടോ. അതെന്താടോ? ഞാനൊരു കാര്യം പറയട്ടെ. ആ പൂവുകളിൽ വിരിയുന്ന തേനുകളൊക്കെ ഞാനൊരു സ്വർണ്ണ തളിയിൽ നുള്ളിയെടുത്ത് ഞാൻ നിനക്ക് നുകരാൻ തരും. നിനക്ക് മാത്രമുള്ളതാ. നിനക്ക് മാത്രമായിട്ട്. എന്താ പോരെ? ഓ, എനിക്ക് വയ്യ. എന്തൊരു ഭാവനയാടോ. കവികളും കലാകാരന്മാരൊക്കെ തോറ്റുപോകുമല്ലോ. ഒന്ന് പോടാ അവിടുന്ന്. ഈ സാഹിത്യമൊക്കെ നീ തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. ഈ വീടിങ്ങനെ സ്വപ്നം കണ്ടേ നമ്മൾ ഒരു നാളത് സ്വന്തമാക്കും. നിനക്ക് എവിടെ വേണ വീട്? ഈ മഹാനഗരത്തിലോ അതോ എന്റെ കൊച്ചു ഗ്രാമത്തിലോ? നീ എവിടെയോ അവിടെ മതി എനിക്ക്. അവിടെയല്ലേ എന്റെ സ്വർഗം. അവിടെയല്ലേ നമുക്ക് വീട് വേണ്ടത്. നമുക്കെന്റെ കൊച്ചു ഗ്രാമത്തിൽ പോയി ചേക്കേറാം. ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. പ്രഭാതം എത്തും മുമ്പ് നമുക്ക് മുന്തിരിത്തോട്ടങ്ങളിലേക്ക് പോവാം. മുന്തിരിവള്ളികൾ മൊട്ടിട്ടു പോന്നും മുന്തിരിപ്പൂക്കൾ വിടർന്നു പോന്നും മാതളങ്ങൾ പൂവിട്ടു പോന്നും നമുക്ക് നോക്കാം. അവിടെ വെച്ച് ഞാൻ എന്റെ പ്രണയ ദിഗംബരം നിന്റെ ഹൃദയത്തിലേക്ക് എടുത്തു വെക്കും. ആ സോളമനെ നീ അങ്ങ് മുഴുവനായിട്ട് ഹൃദയത്തിലാക്കി വെച്ചിരിക്കുകയാണല്ലേ? നീ എന്റെ ഹൃദയത്തിലല്ലേ? അപ്പൊ നിന്റെ സോളമനെ ഞാൻ കളയോ? നിന്റെ സമ്മാനമല്ലേ? അതിലെ ഓരോ വരികളും ഇപ്പൊ എനിക്ക് ചൊല്ലാൻ കഴിയും. അതിലൊക്കെ നീ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവല്ലേ? ഏയ്,
നീ എന്നെ എന്തെങ്കിലും ഇട്ടേച്ചു പോവോ? നിനക്കങ്ങനെ തോന്നുന്നുണ്ടോടാ? എനിക്കങ്ങനെ ചിന്തിക്കാനേ കഴിയില്ല. ഞാനുള്ള കാലം നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ ചേർത്ത് വെക്കും. ആ കാലം നിടറാതെ, ആ കണ്ണും നനയാതെ. അത്രയ്ക്കിഷ്ടം നിന്നെ എനിക്ക്. ഈ ഭൂമിയിൽ ഇപ്പൊ ഒരാളെ മാത്രം ഞാൻ കാണുന്നുള്ളൂ, നിന്നെ മാത്രം. കണ്ണടച്ചാലും തുറന്നാലും നീ മാത്രം. നിന്റെ ഈ ചൂടില്ലാതെ ഒരു നിമിഷം എനിക്ക് കഴിയാൻ പറ്റുന്നില്ല. ഞാൻ മരിച്ചു പോകുന്ന പോലെ തോന്നുന്നു. ഏയ്, എന്താ എന്താ ഇത്? വിഷമിക്കണ്ട, ഞാനില്ലേ നിനക്ക്. ജീവിതം ഞാൻ അറിയുന്നത്, ആഘോഷിക്കുന്നത്, ജീവിക്കണമെന്ന് തോന്നുന്നത്, വീടും മക്കളും ഒക്കെ വേണം തോന്നുന്നത് നിന്നെ കിട്ടിയതിന് ശേഷം. എന്നെ നിന്റെ വീട്ടുകാരെ സ്വീകരിക്കൂ സുധി. എടി പൊട്ടിപ്പെണ്ണെ, എന്റെ വീടേ ഒരു സ്വർഗ, അറിയോ? അത് നിനക്ക് അവിടെ എത്തുമ്പോഴേ അറിയൂ. ഒരു പാവ അച്ഛൻ, പിന്നെ മുടി നീട്ടി വളർത്തിയ ഒരു പാവൻ രവിയേട്ടൻ, പിന്നെ ഏട്ടത്തിയമ്മ. രവിയേട്ടൻ കഴിഞ്ഞേ എനിക്ക് ആരുള്ളൂ. അപ്പൊ ഞാനും അതിന് ശേഷമാണ്. അതെ, നീ പോലും. 12ാം വയസ്സിൽ അമ്മ പോയപ്പോ അന്ന് എന്റെ കയ്യിൽ മുറുക്കെ പിടിച്ച് നെഞ്ചിൽ ചേർത്ത് വെച്ചതാ. ഇന്നും അങ്ങനെ തന്നെ ചേർത്ത് വെച്ചിരിക്കുക. നിനക്ക് 12ാം വയസ്സിലല്ലേ അമ്മയില്ലാതായത്? കൈക്കുഞ്ഞായി എന്നെ കോടതിയിൽ വെച്ച് എന്റെ പാവ അച്ഛന്റെ കയ്യിൽ കൊടുത്തിട്ട് പണത്തിനും പ്രതാപത്തിനും പിന്നാലെ പോയവള് എന്റെ അമ്മ. അച്ഛനായിരുന്നു എനിക്കെല്ലാം. ബിസിനസ്സുകളൊക്കെ തകർന്ന് ആ പാവം മനുഷ്യൻ തളർന്നപ്പോഴും എനിക്ക് വേണ്ടിയായിരുന്നു ചിരിച്ചത്. പെട്ടെന്നൊരിക്കൽ എന്റെ അച്ഛന് അറ്റാക്ക് വന്ന് എന്നെ വിട്ടുപോയപ്പോ പിന്നെ എന്റെ അമ്മാവനായിരുന്നു എനിക്കെല്ലാം. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും എന്നെ ഞാനാക്കിയതും. അമ്മാവനിപ്പോ ന്യൂസിലാൻഡില്. കുറെ പണം എനിക്ക് വേണ്ടി ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പാപകാശ് പോലെ അമ്മയുടേതാ. അതിന് ഞാനൊരു ചില്ലി കാശ് തൊട്ടിട്ടില്ല. നാളെ ആ സ്വത്തിന്റെ അവകാശികളായി ഒരുപാട് പേര് വരും. അവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താൻ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മാവന്. സ്വയം അധ്വാനിക്കാൻ പറഞ്ഞതും. ആരുടെ കൈ പിടിച്ചും എനിക്ക് എന്റെ അമ്മാവന്റെ മുന്നിൽ ചെല്ലാം. അമ്മാവൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരനെ ഒരിക്കലും വഞ്ചിക്കരുതെന്ന്. ഏയ് ഇഷ, താനിങ്ങനെ സങ്കടപ്പെടാതെ. ദാ, ഈ കൈകളിൽ തനിക്കെന്നെ വിശ്വസിക്കാം. എന്റെ വീട്ടിൽ തന്നെ താലം കൊണ്ട് അവർ സ്വീകരിക്കും. അത്രയ്ക്കൊരു മാലാഖയല്ലേ നീ. അത് മതി എനിക്ക്. നീ എന്ന ആശ്വാസത്തിലേക്ക് ഞാൻ ഒതുങ്ങും. ഒത്തിരി സൗഹൃദങ്ങളുടെ ഇടയിൽ എനിക്ക് എങ്ങനെയാണ് നിന്നെ കിട്ടിയത്? സെറിലിന് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് അവൻ സൂചിപ്പിച്ചിരുന്നു. ഞാൻ ചെവിക്ക് പിടിച്ച് ഓടിച്ചു. പിന്നെ ബാലു, എന്നെ അടുത്തറിഞ്ഞൊരു മുഖം, പാവ, ഒരുപാട് സ്നേഹമുള്ളവൻ. അവരിൽ നിന്നൊക്കെ എന്നെ ആകർഷിച്ചത് നിന്റെ കെയറും സാമീപ്യമൊക്കെയാ. അതെന്റെ പുണ്യമാണ് ഇഷ. സുധി,
ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. സുധിക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. എന്റെ ബുദ്ധൂസേ, ഇത് ഞാനൊരു 10,000 തവണ പറഞ്ഞല്ലേ. അങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും പിന്നെയും പിന്നെയും ചോദിക്കുക എത്രയാ സ്നേഹം, എത്രയാ സ്നേഹമെന്ന്. അത് കേൾക്കാനൊരു സുഖമല്ലേ സുധി? നിന്റെ നാവിന്ന് അങ്ങനെ കേൾക്കുമ്പോ എന്തൊരു സുഖാന്നറിയോ? വല്ലാത്തൊരു ഫീലാ അത്. ഒന്ന് പറ, കേക്കട്ടെ. പറയണോ? പ്ലീസ് പ്ലീസ് പ്ലീസ്. എനിക്ക് നിന്നെ ഈ ആകാശത്തോളം ഇഷ്ടമാ. അത്രേ ഉള്ളൂ? പിന്നെ ഈ കായലോളം, ഈ ലോകത്തോളം. അത് ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറയും. അയ്യോ വേണ്ട, അങ്ങനെ പറയല്ലേ. എനിക്ക് നിന്നെ ഇത്ര ഇഷ്ടമാണെന്ന് അറിയോ? പറ കേക്കട്ടെ. എനിക്ക് നിന്നെ ഉം. നിന്നോളം ഇഷ്ട. എനിക്കിഷ്ടം നിന്നെ മാത്രമേ ഉള്ളൂടാ. എന്തിനേക്കാളും ഏതിനേക്കാളും. ഈ പരന്ത് വരുമ്പോ കുഞ്ഞു കോഴികള് ഓടി തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ ഒളിച്ചിരിക്കും. ഒരു സുരക്ഷിതത്വം. ലോകം ഇടിഞ്ഞു വീണാലും ആ ചിറകുകൾ താങ്ങുമെന്നൊരു വിശ്വാസം. ഞാനിപ്പോഴും അതാണ് സുധി അനുഭവിക്കുന്നത്. ഏതൊരവസ്ഥയിലും നീ എന്നെ കൈവിടരുത്, കൈവിട്ട് കളയരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ആ നിമിഷം നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല. നിനക്ക് എന്നെ പൂർണ്ണമായി വിശ്വസിക്കാം. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. പ്രോപ്പർട്ടിയിലേക്ക് പോണ വഴി ഇത് തന്നെയല്ലേ? അതെ, പോകുന്ന വഴി മെഡിക്കൽ ഷോപ്പിലൊന്ന് ഇറങ്ങണം. അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്കൊന്ന് മെഡിക്കൽ ഷോപ്പിൽ പോകണം. ഇതൊരു ശല്യമായല്ലോ. സുദീപ്, ഒന്ന് പതുക്കെ പോ. എനിക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. അകത്തടിക്കാനുള്ളത് മാത്രമാ ഇപ്പൊ കൊടുത്തു വിട്ടിരിക്കുന്നത്. അപ്പൊ ബാക്കിയോ? അത് കഴിയുമ്പോ 3-4 ദിവസം കഴിയും. കല്യാണ തീയതി അറിയാലോ, ഇന്ന് തന്നെ തുടങ്ങൂലോ. സുന്ദരേശൻ മുതലാളി ആളിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പൊ വീട്ടിൽ ചെന്ന് കാണും. ഞായറാഴ്ച അവധിയാണെന്നോർത്ത് നിന്നേക്കരുത്, തീർത്തേക്കണം. ഇനി ബാലൻസ് ഒരു 1.5 കൂടി ഉണ്ട്. ആ, അത് പെയിന്റിങ് കഴിയുമ്പോൾ തന്നാ പോരെ. ജലജേച്ചി, നിങ്ങളുടെ മോള് കെട്ടാൻ പോകുന്ന ചെറുക്കനല്ലേ അത്? കൂടെയുള്ളതാരാ? അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. ശരി. ആ, സുന്ദരേശനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. ഓ, പറയാം. ഇതെന്തുട്ടാണ് ക്രാവേ? താനെന്താ നമ്മള് ബ്രോക്കറാണെന്ന് വിചാരിച്ചേ? എന്തുട്ട് എടോ, മണി 10 താൻ പറഞ്ഞേ. ഇപ്പൊ താൻ ആ വാച്ച് നോക്കിയേ. ഇതൊരു തരം കൊണ്ടോട്ടിലെ പണിയാട്ടാ. ആ മുടിയനും ഭാര്യയും കൂടെ ഉണ്ടാ. പിന്നെ ഒന്ന് വേഗം പാടോ. 12 മിസ് കോളാ. ഇതാരണപ്പാ? ജോസഫാ? പിന്നെന്തിപ്പോ ആവശ്യം? എടാ ജോസഫേ, നീ ഇപ്പൊ
ഇതങ്ങട് കലകിട്ടാ. എന്തൊരു സീന ഇത്. സ്റ്റൈലായിട്ടുണ്ടാ. നമ്മടെ കണ്ണ് തള്ളി പുറത്തു വന്നു. പണ്ട് ശ്രുതിപിങ്ങനെ മുന്നിലും പിന്നിലും ഒക്കെ ഗോപികമാരല്ലേ അല്ലേ ശ്രുതി? ഒരിക്കൽ നമ്മുടെ തോമസ് സാർ പിടിച്ചത് ഓർമ്മയുണ്ട് ശ്രുതിബേ? സുദീപ് സാറിന് വഴി അറിയില്ലായിരുന്നു. അതുകൊണ്ടാ സുദീപ് സാറിന്റെ കൂടെ വരാന്ന് വിചാരിച്ച്. വന്ന വഴിക്കൊന്നും മെഡിക്കൽ ഷോപ്പിൽ കയറിയായിരുന്നു. പിന്നെ അങ്ങനെ സ്പീഡിൽ വരാൻ പറ്റില്ലല്ലോ. റോഡ് മുഴുവൻ കൊണ്ടും കൂടിയാ. വയറ്റിലൊരാളുണ്ടല്ലോ. ഓ, അത് നന്നായിട്ടാ. വളരെ സൂക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ. ഇതാണ് ഈ സ്നേഹം ഉത്തരവാദിത്തം എന്നൊക്കെ പറയണത്. അതെ സുദീപ് സാറേ, ഇങ്ങനെ വേണം ഭാര്യയോടട്ടാ. അതങ്ങനെ തന്നെ ആയിരിക്കും.